السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനല്ല. അവിടത്തോട് ബന്ധപ്പെട്ടതൊന്നും സാധാരണയല്ല. അവിടുത്തെ ഉമിനീര് സാധാരണ ഉമിനീരല്ല. അവിടുത്തെ വിയർപ്പ് സാധാരണ വിയർപ്പല്ല. അവിടുത്തെ കേശം അത് സാധാരണ കേശമല്ല. എല്ലാത്തിനും പ്രത്യേകതകളുണ്ട്. ഉമിനീരിന് ബറക്കത്തുണ്ട്. അത് ചേർത്ത ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടായി എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇനി അവിടുത്തെ ഉമിനീരിന് ബറക്കത്ത് മാത്രമല്ല, ഔഷധ വീര്യവുമുണ്ട്. വിഷം പോലും ഇറക്കാൻ പര്യാപ്തമാണ് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. എവിടെയാണ് വിഷമിറക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സാഹിബായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹും രണ്ടുപേരും കൂടി ഹിജ്റ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. റസൂലുള്ളാഹിൻ്റെ സാഹിബായി നബിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അവർ രണ്ടുപേരും കൂടി ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു. റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ. പക്ഷെ അതിൽ നിന്ന് അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി. അങ്ങനെ റസൂലുള്ളാഹി അവിടുന്ന് അവരെ മുമ്പിൽ പെടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അവിടുന്ന് പിന്നെ യാത്ര തുടരുകയാണ്. ഹിജ്റയുടെ അവസരമാണ്. ഒരുപാട് സംഭവങ്ങൾ പറയാറുണ്ട്, പക്ഷേ നമ്മുടെ ഉദ്ദേശ്യം അതല്ല. ആ സമയത്ത് അവർ രണ്ടുപേരും കൂടി യാത്ര പോയി. ഗാറു സൗർ ഗുഹ, ആ ഗുഹയുടെ അടുത്തെത്തി. അങ്ങനെ ഗുഹയിൽ നോക്കുമ്പോൾ ആൾപ്രവേശമൊന്നുമില്ലാത്ത സ്ഥലമല്ലേ. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പായി അവിടെയൊക്കെ ഒരു ക്ലീനാക്കണം എന്ന നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ഒക്കെ ക്ലീനാക്കി. ദ്വാരങ്ങളൊക്കെ അവിടുത്തെ ശരീരത്തിലുള്ള തുണികൾ എടുത്ത് മുറിച്ച് അങ്ങനെ കാണാവുന്ന ദ്വാരങ്ങളൊക്കെ അടച്ചു. ലാസ്റ്റ് ഒരു ദ്വാരം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്ന് അവിടെ ഇരുന്നു. അവിടെ ഇങ്ങനെ ചാരി കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ മടിയിലേക്ക് ഇരുത്തി. അങ്ങനെ റസൂലുള്ളാഹി വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദ്വാരം അവിടെ അടക്കാൻ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ദ്വാരം കൂടി അവരുടെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അടച്ചു, ഭദ്രമാക്കി. എന്തെങ്കിലും വല്ല ജന്തുക്കളും വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയപ്പാട് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്വന്തം നഫ്സിൻ്റെ ഭയപ്പാടല്ല.
റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ റസൂലുള്ള വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മയങ്ങി റസൂലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മടിയിൽ അങ്ങനെ തലവെച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിൽ ആ ദ്വാരത്തിലൂടെ വന്ന് സർപ്പം കൊത്തി വിഷം തീണ്ടി ആകെ വേദന, ശരീരം മൊത്തം വേദന കൊണ്ട് പിടയുന്നു. പക്ഷേ മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മയക്കത്തിൽ നിന്ന് ഉണർത്തരുത് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി സബൂർ ചെയ്തു ക്ഷമിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് റസൂലുള്ളാഹിൻ്റെ ശരീരത്തിലേക്ക് പതിച്ചപ്പോൾ റസൂലുള്ള ഉണർന്നു. എന്താണ് അബൂബക്കറെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്, എൻ്റെ കാലിൻ്റെ വിരലിൽ എന്തോ കുത്തിയിട്ടുണ്ട്, സർപ്പം കുത്തിയിട്ടുണ്ട്, വിഷം തീണ്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമിനീരെടുത്ത് ആ സർപ്പം കൊത്തിയ സ്ഥലത്ത് പുരട്ടി അങ്ങനെ വിഷമിറക്കി. ഇതാണ് ആ സംഭവം. അപ്പോൾ വിഷമിറക്കാൻ പോലും ഔഷധവീര്യമുള്ള വസ്തുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര്. ഇത് സാധാരണ മനുഷ്യൻ്റെ ഉമിനീരാണോ? അല്ല. സാധാരണ മനുഷ്യനെ പോലെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഒരിക്കലുമല്ല. എല്ലാ വിഷയത്തിലും അസാധാരണത്വം വ്യക്തമാണ്. ഇനി അവിടുത്തെ തിരുകേശം, ആ തിരുകേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഹജ്ജ് വേളയിൽ തഹല്ലുലാവാനും മറ്റും ഒക്കെയാണ് അവിടുത്തെ മുടി പരിപൂർണമായി എടുക്കാറുള്ളത്, മുടി കളയാറുള്ളത്. അങ്ങനെ ആ കളയുന്ന സമയത്ത് എല്ലാവരും സഹാബത്തൊക്കെ ചുറ്റുഭാഗം കൂടുകയാണ്. എന്തിനു വേണ്ടി? റസൂലുള്ളാഹിൻ്റെ ആ ശരീരം ഭൂമിയിൽ വീഴാതെ അതെല്ലാം അവർ കയ്യിലാക്കാൻ വേണ്ടി. കാരണം റസൂലുള്ളാഹിൻ്റെ തിരുശരീരത്തിലെ ശരീരത്തിൻ്റെ ഭാഗമാണല്ലോ മുടി എന്നുള്ളത്. ആ കേശം എന്നത് അത് ബറക്കത്താക്കപ്പെട്ടതാണ് എന്ന് അവർക്കറിയാം, നന്നായിട്ടറിയാം. അത് കിട്ടിയാൽ ഫായിദുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ സഹാബത്ത് അത് കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് കൽപ്പിക്കുകയാണ്, ഇതിനെ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വീതിക്കുക, ജനങ്ങൾക്ക് വിതരണം ചെയ്യുക എന്ന്. എൻ്റെ കേശം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളിത് ഇഖ്സിംഹു ബൈനന്നാസ്, ജനങ്ങളിടയിൽ ഇത് വീതിച്ച് നൽകൂ, ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ കേശം വിതരണം ചെയ്യാൻ വേണ്ടി സഹാബിയോട് പറഞ്ഞ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹാബികളോട് വിതരണം ചെയ്യാൻ പറഞ്ഞത്? എൻ്റെ തിരുകേശം കൊണ്ട് അവർക്ക് കിട്ടാവുന്ന ഗുണങ്ങളൊക്കെ കിട്ടട്ടെ എന്ന നിലക്കാണ്. അവരത് ശേഖരിച്ചതും അവർ വാങ്ങിവെച്ചതും സൂക്ഷിച്ചതും എല്ലാം അവർക്ക് അതുകൊണ്ട് ഫായിദ കിട്ടണമെന്ന നിലക്കാണ്. അങ്ങനെ സഹാബത്ത് അത് കൈവശപ്പെടുത്തി. ആ കൈവശപ്പെടുത്തിയവർ ചിലരൊക്കെ അവരെന്ത് ചെയ്തു, അവർ കഫംപടിയിൽ അത് വെക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തു. അങ്ങനെയൊക്കെ അതുകൊണ്ടെങ്കിലും അവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതിൻ്റെ പുണ്യം നേടാൻ വേണ്ടി. സാധാരണഗതിയിൽ ഒരു കേശം മുടി വടിച്ചാൽ ആ മുടി പുരുഷന്മാരുടേതാണെങ്കിൽ കുഴിച്ചുമൂടണമെന്നും എന്നാണ് നിയമം. കുഴിച്ചുമൂടൽ സുന്നത്തും, സ്ത്രീകളുടേതാണെങ്കിൽ കുഴിച്ചുമൂടൽ നിർബന്ധവുമാണ്. അതാണ് നിയമം. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശം അതുപോലെയല്ല. അത്
അങ്ങനെ കുഴിച്ചു മൂടപ്പെടേണ്ടതല്ല, അത് ബറക്കത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണല്ലോ റസൂൽ അത് വിതരണം ചെയ്യാൻ പറഞ്ഞതും സഹാബത്ത് അതെല്ലാം കൈവശപ്പെടുത്തിയതും. ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അവർ നയിച്ച യുദ്ധങ്ങളൊക്കെ വിജയിച്ചു. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തായിരുന്നു? അവർക്കൊരു തൊപ്പിയുണ്ടായിരുന്നു. ആ തൊപ്പിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം അവർ തുന്നിപ്പിടിപ്പിച്ചിരുന്നു. അങ്ങനെ യുദ്ധവേളയിൽ ആ തൊപ്പി താഴെ വീണുപോയി. അപ്പം യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ആ തൊപ്പിൻ്റെ പിന്നാലെ പോവുകയാണ് മൂപ്പർ. മഹാനവൾ ആ തൊപ്പി കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്ത് മറ്റുള്ള കൂട്ടുകാർ ചോദിച്ചു, അല്ല, ഈ സമയത്താണോ ആ തൊപ്പിക്ക് വേണ്ടി നിങ്ങൾ അതിന് സമയം കണ്ടെത്തുന്നത്? ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ആ തൊപ്പി കൈവശപ്പെടുത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറൊരു തൊപ്പിയല്ലത്. ആ തൊപ്പിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമുണ്ട്. അത് മുശ്രിക്കീങ്ങളുടെ കയ്യിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് കാണാം. ആ തിരുകേശം ഇന്നും നിലനിൽപ്പുണ്ട് സഹോദരങ്ങളെ. പല സ്ഥലത്തും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അറബ് രാജ്യങ്ങളിലുണ്ട്, നമ്മളെ ഇന്ത്യ രാജ്യത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. പല സ്ഥലത്തും അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ബഹുമാനം വലിയ മഹത്വമാണ്, വലിയ ബറക്കത്താണ്. ആ നിലക്കാണ് മുസ്ലിം സമുദായം, മുസ്ലിം സമൂഹം, വിശ്വാസികൾ അതിനെ കാണുന്നത്. ഇത് സാധാരണ കേശമല്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ഒരു വസ്തുവും സാധാരണയല്ല. ഇൻഷാ അള്ളാഹ് ഇനിയും നമുക്ക് പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി റബ്ബ് കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കണേ അള്ളാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവും ബഹുമാനവും എക്കാലവും നിലനിർത്തി അവിടുത്തെ മഹബത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിനിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, മരണം ഖൈറാകുന്ന സമയത്ത് ഞങ്ങൾക്കും അവർക്കും എരുമയൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാഹ്. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. റബ്ബേ, നീ സുഖപ്പെടുത്തണേ അള്ളാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അള്ളാഹ്. റബ്ബേ, നിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തുകൾ റബ്ബേ ഒരുപാട് പ്രയാസങ്ങൾ പല സ്ഥലത്തും നേരിടുന്നുണ്ട്. റബ്ബേ, നീ സലാമത്ത് നൽകണേ അള്ളാഹ്. നീ ഇസ്സത്ത് നൽകണേ അള്ളാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.